بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ ദീനിസ്സലാം വഇലാ സുബിലിസ്സലാം വഇലാ ദാരിസ്സലാം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിസ്സലാം വസല്ലമ തസ്ലീമൻ കസീറാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലയിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതാന്ത്യം വരെ നാഥൻ്റെ കൽപ്പനകൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ജീവിതത്തെ ചിട്ടപ്പെടുത്തി മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ലോകത്തിൻ്റെ നാഥൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകവ്യാപകമായി പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംസാരമായിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, ഭരണകൂടങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദ വർഗീയ പ്രവർത്തനങ്ങളാണ്. ലോകമൊട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ വർഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹമാണ്. ആ മുസ്ലിം സമൂഹത്തിൽ തന്നെ സലഫി വിഭാഗത്തെ, സലഫുകൾ എന്നറിയപ്പെടുന്ന സലഫി വിഭാഗത്തെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊരു സലഫിയാണ് എന്ന് പറയാൻ, സലഫി ആദർശമനുസരിച്ച് ജീവിക്കാൻ വലിയ വെല്ലുവിളിയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്താണ് സലഫി, ആരാണ് സലഫികൾ, എന്താണ് യഥാർത്ഥത്തിലുള്ള സലഫി മൻഹജ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും
വിശുദ്ധ ഖുർആനിൻ്റെ ആശയവും ആദർശവും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ആളുകളാണ്. അതനുസരിച്ചാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ അവരുടെ ഒരു കാര്യത്തിൽ അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് മറ്റൊരു എതിരഭിപ്രായം ഉണ്ടാകില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, അങ്ങനെ അല്ലാഹുവും റസൂലും തീരുമാനം പറഞ്ഞ, തീരുമാനം കൈക്കൊണ്ട ഒരു വിഷയത്തിൽ എതിരഭിപ്രായം പറയുന്ന ആളുകൾ, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ അവരാണ് ഫഖദ് ളല്ല ളലാലൻ മുബീന, അവരേറ്റവും വ്യക്തമായ വഴികേടിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് കൃത്യമായ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങളും സ്വീകാര്യമായ സ്വഹീഹായ ഹദീസുകളുടെയും ചിട്ടയനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. കൃത്യമായ നിർദ്ദേശങ്ങൾ ലോകത്തിന്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് നൽകി കഴിഞ്ഞതാണ്. ഇതിനപ്പുറത്തേക്കൊരു വഴിയിൽ സഞ്ചരിക്കേണ്ട ആവശ്യം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണ് സഞ്ചരിക്കാനുള്ള വഴി, കൃത്യമായ ഡയറക്ഷൻ, കൃത്യമായ വഴി ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 8-ാം അധ്യായം സൂറത്ത് 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 153-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും മിൻ സബീലിഹി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാണ് എൻ്റെ പാത, ഇതാണ് എൻ്റെ വെറും പാതയല്ല, സിറാത്തുൽ മുസ്തഖീം, നേരായ പാത. ദിവസവും 17 തവണ നിർബന്ധമായ ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ പാരായണം ചെയ്യാറില്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, ആ നേരായ പാതയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് അല്ലാഹു ഇവിടെ പ്രസ്താവിക്കുന്നത്. വഅന്ന ഹാദാ സിറാത്തി അൽ മുസ്തഖീം, ഇതാണ് എൻ്റെ നേരായ പാത. ഫത്തബിഉ, അതിനാൽ അതിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉ സുബുൽ, അതിനപ്പുറത്തേക്കുള്ള ദുർമാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ മറ്റൊരു വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താകും? നിങ്ങൾ അതിൽ നിന്ന് ചിതറിക്കളയും, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾ ചിതറിക്കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശമാണ് ഇതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വഴി, നമുക്കുള്ള മൻഹജ്, നമുക്കുള്ള തരീഖ് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. അതാണ് അല്ലാഹു പറയുന്നത്. ഏതാണ് ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അതാണ് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള വഴി. ഇനി ആ വഴിയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏത് വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നുവോ യാതൊരു സംശയമേ ലേശമന്യേ നമുക്കത് പറയാം, അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും ആല് ഇമ്രാൻ
101-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലും വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലും. അഥവാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങളിൽ നിന്ന് കേൾപ്പിക്കുന്ന നിങ്ങൾക്കിടയിൽ ഒരു ദൂതനുണ്ടായിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ അവിശ്വാസികളാകും? അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അഥവാ നമുക്ക് കൃത്യമായി അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മുൻപിലുണ്ട്. അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അതിനുശേഷം നിങ്ങൾ എങ്ങനെ അതിനപ്പുറത്തേക്ക് നേർമാർഗത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വഴിതെറ്റിപ്പോകും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. അഥവാ ഖുർആനും സ്വഹീഹായ ഹദീസുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ മറ്റൊരു വഴിയിലേക്ക് വ്യതിചലിക്കേണ്ട ആവശ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പായി മാലോകർക്കായി നൽകിയ തന്റെ അവസാന സന്ദേശങ്ങളിൽ പറഞ്ഞു വെച്ച ചില വാക്കുകളുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നത്. എന്താണ് രണ്ട് മാർഗങ്ങൾ? കിതാബല്ലാഹ് വസുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ കിതാബ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ ദൂതന്റെ ചര്യയും പ്രവാചക ചര്യയും. അതുകൊണ്ട് തന്നെ ഈ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് വ്യതിചലിക്കേണ്ട, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാം മുസ്ലിങ്ങൾ വിഭിന്നങ്ങളായി, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു, പല ഗ്രൂപ്പുകളായി, പല വിഭാഗങ്ങളായി പിന്തിരിഞ്ഞു എന്നതുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും ഇസ്ലാമിന്റെ പേരിൽ പല കക്ഷികളും വിഭാഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല വിഭാഗങ്ങളും പേരിൽ മാത്രം ഇസ്ലാം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനങ്ങളിലും അവരുടെ വാക്കുകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിയത്ത് തീരെ കാണാത്ത ഒരവസ്ഥയും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ എത്രയോ തവണ കേട്ട പ്രവാചകന്റെ വചനം, എൻ്റെ സമൂഹം 73 വിഭാഗമായി പിരിയുക തന്നെ ചെയ്യും. ഫിർഖത്തുൻ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ആ 73 വിഭാഗമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സംഘം പിരിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. അതിൽ ഒന്നൊഴികെ മുഴുവൻ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമെന്നും. ഏതാണ് ആ മാർഗം? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, മൻ ഹിയ യാ റസൂലല്ലാഹ്. അല്ല നബിയേ, 73 വിഭാഗമായി വിഭജിക്കപ്പെട്ട് ഒന്ന് മാത്രം സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ വിഭാഗം ഏതാണ് നബിയെ? അറിയിച്ചു തന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി. ഞാനും എൻ്റെ സഹാബികളും എൻ്റെ അനുചരന്മാരും നിലകൊള്ളുന്ന മാർഗം അതാരാണ് അവലംബിക്കുന്നത്? അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. പക്ഷേ ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ഏതെല്ലാം രൂപത്തിലുള്ള കക്ഷികളും വിഭാഗങ്ങളും ഉണ്ടോ അവരെല്ലാവരും പറയുന്നു ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആൾ, അല്ലേ? ഞങ്ങളാണ് ആ 73 സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നു. പക്ഷേ
നമ്മൾ അതെങ്ങനെ പരിശോധിക്കും? അതാണ് യഥാർത്ഥ സലഫുകൾ. ആ സലഫിന്റെ പാതയനുസരിച്ച് പോകുന്നവർ അവരാണ് യഥാർത്ഥത്തിലുള്ള സലഫുകൾ. അവരാണ് മൻഹജു സലഫ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. എങ്ങനെ അവരെ തിരിച്ചറിയാൻ കഴിയും? അതാണ് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു വിഷയം. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിൽ ഈ കാണുന്ന ഭിന്നിപ്പുകളും കാര്യങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ അതിനോട് സ്വീകരിക്കേണ്ട നിലപാടെന്താ? നമ്മൾ പറയും, വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ പറയും, നമ്മളെ നാടിൻ്റെ സാഹചര്യം തന്നെ എടുക്കുമ്പോൾ നമ്മൾ പറയും, എത്ര വിഭാഗങ്ങളാ നമ്മളെ നാട്ടിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര വിഭാഗങ്ങളാ. ഈ സൗദി അറേബ്യയിൽ പോലെ തന്നെ സുന്നിയും ഷിയാക്കളും സലഫികളും പ്രധാനമായി 2-3 വിഭാഗങ്ങൾ. നമ്മളെ നാട്ടിലാണെങ്കിൽ പല വിഭാഗങ്ങളായി മുസ്ലിങ്ങൾ ചേരിതിരിഞ്ഞു പോയി. ഇവിടെ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു. അഥവാ ഈ ഭിന്നിപ്പുകളും ഈ പിളർപ്പുകളും മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അതാണ് മഹാനായ ഇമാം മുസ്ലിം റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബല ദാത യൗമിൻ മിനൽ ആലിയ ഭാഗത്തു നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളിലേക്ക് പ്രവേശിച്ചു. ഹത്താ ഇദാ മർറ ബിമസ്ജിദിൻ ബനി മുആവിയ, അങ്ങനെ ബനു മുആവിയ ഗോത്രത്തിന്റെ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. ദഖല ഫറഖഅ ഫീഹി റകഅതൈൻ, അങ്ങനെ ബനു മുആവിയ ഗോത്രത്തിന്റെ പള്ളിയിലേക്ക് ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയും അവിടെ നിന്ന് 2 റക്അത്തുകൾ നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം വസല്ലൈനാ മാ, ഞങ്ങളും അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു. വദആ റബ്ബഹു തവീല, ആ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ദീർഘമായ സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സുമ്മൻ സറഫ ഇലൈനാ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഅൽതു റബ്ബി സലാസ, ഞാൻ എൻ്റെ റബ്ബിനോട് ഇതാ 3 കാര്യങ്ങൾ ചോദിച്ചു. ഫഅഅതാനി ഇസ്നൈൻ വമനഅനി വാഹിദ, ആ 3 കാര്യങ്ങളിൽ 2 അല്ലാഹു എനിക്ക് നൽകി. വമനഅനി വാഹിദ, അതിൽ നിന്ന് ഒന്ന് എൻ്റെ മേൽ തടയപ്പെട്ടു. സഅൽതു റബ്ബി അല്ലാ യഹ്ലിക ഉമ്മതി ബിസ്സിന്ന വആതൈനാഹ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ സമൂഹത്തെ പ്രളയം കൊണ്ടും എൻ്റെ സമൂഹത്തെ അതുപോലെ തന്നെ യുഹ്ലിക ഉമ്മത്തി ബിൽ ഗർഖ്, പ്രളയം കൊണ്ടും അതുപോലെ തന്നെ മറ്റൊരു വരൾച്ച കൊണ്ടും എൻ്റെ സമൂഹത്തെ നശിപ്പിക്കരുത് എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ 2 കാര്യവും അള്ളാഹു എനിക്ക് നൽകി. അഥവാ മുൻകാലങ്ങളിലെ സമൂഹങ്ങളെ വരൾച്ച കൊണ്ടും അതുപോലെ തന്നെ പ്രളയം കൊണ്ടുമെല്ലാം അള്ളാഹു പരീക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 രൂപത്തിലും എൻ്റെ ഉമ്മത്തിനെ നീ നശിപ്പിക്കല്ലേ നാദ എന്ന് പ്രാർത്ഥിക്കുകയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഇനി 3-മതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമൂഹത്തിൽ നീ ഭിന്നതയുണ്ടാക്കല്ല നാദ, അവർക്കിടയിൽ വരുന്ന ഭിന്നതകളെ നീ തടുക്കണേ നാദ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് അത് അള്ളാഹു എന്നിൽ നിന്ന് തടഞ്ഞു, അതെനിക്ക് നൽകിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഥവാ പ്രവാചകന്റെ ആ വചനം അത് പുലരുക തന്നെ ചെയ്യും. അത് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ ഈ ആനുകാലിക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹം 73 വിഭാഗമായി പിളരുക തന്നെ ചെയ്യും, പിന്തിരിക്കുക തന്നെ ചെയ്യും, അതിൽ തർക്കമില്ല. അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിട്ട് അള്ളാഹു വരെ നൽകാത്ത ഒരു വിഷയമാണ് മുസ്ലിം സമൂഹത്തിലെ ഭിന്നത എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്താണ് വഴി? അങ്ങനെയാകുമ്പോൾ അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അതാണ് തൻ്റെ അന്ത്യഭാഷണത്തിൽ, തൻ്റെ അന്ത്യപ്രഭാഷണത്തിൽ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി എന്താണ്? ഖദ് തറക്തുക്കും അലൽ ബൈ മഹജ്ജത്തിൽ ബൈലാ. ഞാൻ വെറുതെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വെറുതെ ഏതെങ്കിലും വഴിയിൽ ഉപേക്ഷിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഞാൻ പൂർത്തീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്. സൂറത്തുൽ മാഇദയുടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിക്കപ്പെട്ട സന്ദർഭം, ഇന്ന ദിവസം ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കി. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി ഞാൻ ഈ ലോകത്തോട് വിട പറയാനിരിക്കുകയാണ്. പ്രവാചകന്റെ ഈ പ്രഭാഷണം എത്രയോ തവണ നമ്മൾ കേട്ടവരാ. സഹാബികൾ ചോദിച്ചു, അല്ല നബിയേ, ഈ സംസാരം ഒരു വിട വാങ്ങുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സഹാബികൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ കരഞ്ഞുപോയ ചരിത്രം നമുക്ക് പ്രവാചകന്റെ ചരിത്രം പരിശോധിക്കുന്നിടത്ത് കാണാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖദ് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈലാ. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കി ഞാൻ ഇവിടെ പറയുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളെ ഏതെങ്കിലും കാട്ടുവഴികളിൽ ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത്, മറിച്ച് ഒരു നല്ല തെളിഞ്ഞ വെളുത്ത വഴിയിൽ, തെളിഞ്ഞു കിടക്കുന്ന വെളുത്ത വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ലൈലുഹാ കനഹാരിഹാ. ആ വഴിയുടെ പ്രത്യേകത എന്നുള്ളത്, അതിൻ്റെ രാത്രി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഞാൻ നിങ്ങളെ വിട്ടേച്ചിട്ട് പോകുന്ന ആ വെള്ള വഴിയുണ്ടല്ലോ, തെളിഞ്ഞ വഴിയുണ്ടല്ലോ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ തെളിഞ്ഞതാണ്. ലാ യസിഉ അൻഹാ ഇല്ലാ ഹാലിക്. അഥവാ ഇനി എനിക്ക് ശേഷം ഈ വഴി വിട്ടേച്ചു പോകുന്നവൻ അവൻ നശിച്ചവൻ തന്നെയാണ് എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അഥവാ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിലുള്ള ഈ കക്ഷിത്വം, ഈ പിളർപ്പുകൾ, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയതാണ്. അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മാത്രമല്ല, ഈ രൂപത്തിലുള്ള പിളർപ്പുകൾ മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോഴും പല രൂപത്തിലുള്ള നിലപാടുകളാണ് ആളുകൾ ഇതിനോട് സ്വീകരിക്കുക. പിളർപ്പുകൾ ഉണ്ടാകും, അത് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരത്തിൽ പിളർപ്പുകൾ മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോഴും അതിൽ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടെന്താ? ഒന്ന്, ആദർശപരമായ വിഷയങ്ങളൊക്കെ അത് വളരെ സിമ്പിളായിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയം, തൗഹീദിൻ്റെ വിഷയം, ശിർക്കിൻ്റെ ഗൗരവമൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, അതൊക്കെ തീർത്തിട്ട് നമുക്ക് മുസ്ലിങ്ങൾ ആദ്യം ഒന്നിക്കുക, എന്നിട്ട് മതി ഇതൊക്കെ എന്ന് പറയുന്ന ആ രൂപത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ നാടുകളിൽ തന്നെ കാണാം. വേണ്ട, ഇവിടെ തന്നെ നമ്മൾ പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുമ്പോൾ ആളുകൾ പറയും, എന്തിനാ അങ്ങനെ കടുംപിടുത്തം പിടിക്കണ്, എന്തെല്ലാം വിഷയമുണ്ട് ചർച്ച ചെയ്യാൻ, എന്തെല്ലാം വിഷയമുണ്ട് സംസാരിക്കാൻ, നിങ്ങൾ എന്തിനാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറകെ അങ്ങനെ കൂടിക്കിടിക്കണം, വേറെ എന്തെല്ലാം ചർച്ച ചെയ്യാനുണ്ട്, ഇതിൻ്റെ പേരിൽ എന്തിനാ അങ്ങനെ ഭിന്നിച്ചു പോകുന്നത് എന്ന് പലരും ചോദിക്കും. അതാണ് ആളുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്. അതേപോലെ രണ്ടാമത് സ്വീകരിക്കുന്ന നിലപാട്, ഇതൊന്നും വേണ്ട, ആരും വേണ്ട, നമുക്ക് നമ്മളെ വഴിക്ക് അങ്ങനെ പോകാം, ഖുർആൻ ഉണ്ടല്ലോ അത് ഓതാം, ഹദീസ് ഉണ്ടല്ലോ അതനുസരിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് ഒരു കക്ഷികളിലും ചേരാതെ സ്വന്തമായ നിലപാടുകൾക്കനുസരിച്ച് താൻ തന്നെയാണ് സത്യം എന്ന നിലക്ക് ജീവിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം സത്യത്തിൻ്റെ കക്ഷിയെ മാത്രം പിന്തുണക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? സത്യത്തിൻ്റെ കക്ഷിയെ മാത്രം പിന്തുണക്കുന്ന ആളുകൾ. അഥവാ അവരാണ് മൻഹജുസ് സലഫ്, അവരാണ് യഥാർത്ഥത്തിലുള്ള സലഫുകൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ യഅശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ ഫതമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ യഅശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്ക് ശേഷം
നിങ്ങളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് കാണാം ഇഖ്തിലാഫൻ കസീറ, നിരവധി ഭിന്നതകൾ മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആലോചിച്ചു നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കുറഞ്ഞ കാലഘട്ടത്തിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് ഭിന്നത യഥാർത്ഥത്തിൽ കടന്നു വന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അലി റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തെയും കൊല ചെയ്യപ്പെട്ടു. ചരിത്രം നമുക്കറിയുന്നതാ. ആ രൂപത്തിലേക്ക് ഇസ്ലാമിലെ ഭിന്നതകളിലേക്ക് കടന്നുപോയാൽ മണിക്കൂറുകളോളം ഖവാരിജുകളെ കുറിച്ചും അങ്ങനെ തുടങ്ങുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ ധാരാളം ഇഖ്തിലാഫുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ആ ഭിന്നതകൾ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നത വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ളത് എന്താ? അലൈക്കും ബിസുന്നതി, നിങ്ങൾക്ക് എൻ്റെ ചര്യയുണ്ട്. വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നിങ്ങൾ വെറുതെ പിടിച്ചാൽ പോരാ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. ആലോചിച്ച് നോക്കാം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം. എനിക്ക് ശേഷം ഭിന്നത വരും, കാണും നിങ്ങൾ ഭിന്നതകള്, കക്ഷിത്വങ്ങൾ നിങ്ങൾ കാണും, അനുഭവിക്കും. അങ്ങനെ കക്ഷിത്വങ്ങളും ഭിന്നതകളും വന്നാൽ അഴകുടമ്പൻ നിലപാട് സ്വീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ എൻ്റെ സുന്നത്തും എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും അണപ്പല്ല് കൊണ്ട് തന്നെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച നിലപാട്. അതാണ് നമുക്കും സ്വീകരിക്കാനുള്ള നിലപാട്. അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച്, പ്രവാചകൻ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, പല രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകും. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ അല്ല, ആദർശത്തിൻ്റെ വിഷയത്തിൽ യാതൊരു നീക്കുപോക്കുകൾക്കും ഒരു മൻഹജു സലഫ് അനുസരിച്ച് ജീവിക്കുന്ന, സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇല്ല. ഒരു പക്ഷേ അത്തരം വിഷയം വരുമ്പോൾ ഒരു പക്ഷേ ഭാര്യയെ പിണക്കേണ്ടി വരും, മക്കളെ പിണക്കേണ്ടി വരും, കുടുംബക്കാരുമായിട്ട് ഇടങ്ങേണ്ടി വരും. പക്ഷേ ഒരു സലഫിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശത്തിൽ നീക്കുപോക്കുകളില്ല, അഴകുടമ്പൻ നിലപാടുകളില്ല. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള നിലപാടുകൾ അവന് സ്വീകരിക്കാൻ കഴിയില്ല. ദീനിൻ്റെ കാര്യത്തിൽ അവന് കൃത്യമായ കാർക്കശ്യമായ സ്വഭാവം ഉണ്ടായിരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ സലഫുകളുടെ നിലപാട്. ആരാ സലഫുകൾ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലൈക്കും ബിസുന്നതി വസുന്നത്തി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അള്ളാഹുവിൻ്റെ റസൂലും ആ റസൂലിൻ്റെ അനുചരന്മാർ ഖുലഫാഉർ റാഷിദുകളുടെയും സ്വഹാബികളുടെയും ചര്യനുസരിച്ച് ജീവിക്കുന്ന അവരാണ് യഥാർത്ഥത്തിലുള്ള സലഫുകൾ. ആ സലഫുകൾ എന്ത് കാര്യം പഠിപ്പിച്ചോ അതിനപ്പുറത്തേക്ക് മറ്റു നീക്കുപോക്കുകളില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഒരു കാര്യത്തിൽ ഖുർആൻ എന്തു പറയുന്നുവോ, ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തു പറയുന്നുവോ അതിനപ്പുറത്തേക്ക് പിന്നെ ഇന്ന ആള് പറഞ്ഞു അതാണ് എൻ്റെ നിലപാട് എന്ന് പറയുന്നിടത്ത് സ്ഥാനമില്ല. നാട്ടിലെ ഉസ്താദുമാരൊക്കെ ഇങ്ങനെയല്ലോ പറയുന്നത്? ഇല്ല, അത് വ്യക്തമാണ് നമ്മുടെ മുമ്പിൽ. ഇന്ന് പഴയ കാലത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഖുർആൻ യഥാർത്ഥ സോഴ്സിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നോ? ഇല്ല. ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മഹാന്മാരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നേതാക്കള് ഖുർആൻ പഠന സംരംഭങ്ങൾ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഖുർആൻ ക്ലാസ്സിലാക്കുകയാണെന്ന്. പക്ഷേ ഇന്നെന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇന്ന് ഖുർആൻ ക്ലാസിന്റെ ബോർഡ്, ഫ്ലെക്സ് ബോർഡുകൾ തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അൽഹംദുലില്ലാഹ് എല്ലാവരും ഖുർആൻ പഠിക്കാൻ തുടങ്ങി, യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ വാക്കുകൾ, വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ
അതിനപ്പുറത്തേക്ക് അഴകുഴമ്പൻ നിലപാടുകൾ ആദർശരംഗത്ത്, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത് പാലിക്കുന്നവൻ സലഫിയല്ല. വെറുതെ താടിയും വെച്ച് നെരിയാണിക്ക് മുകളിൽ പാൻറ്റും ധരിച്ച് ഒരു തോക്കും പിടിച്ച് നടന്ന സലഫിയാവൂല. സലഫിയാകാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് കൃത്യമായ ആ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകണം. ആലോചിച്ച് നോക്ക്, വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഒരു കാര്യത്തിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കാര്യത്തിൽ, അവർ പറഞ്ഞ തീരുമാനം പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നിനെയും മുൻകടക്കാൻ പാടില്ല. അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള മൻഹജു സലഫ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് എന്താ? ബുദ്ധിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പല കാര്യത്തിലും ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അടുത്ത് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, വളരെ ആ രൂപത്തിൽ സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? സിംസാറുൽ ഹക്ക് ഉദവി എന്ന ഒരു പണ്ഡിതൻ ഒരു മതവിധി പറയുകയാണ്. നമ്മളൊക്കെ വളരെ ചെറുപ്രായത്തിൽ മദ്രസകളിൽ നിന്ന് പഠിച്ചതാ, നായ ഒരു പാത്രം തൊട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട മതവിധി എന്താ? അറിയുന്നവരൊന്ന് പറഞ്ഞ്, എല്ലാവർക്കും അറിയുന്നതാണ്, പറയും. 7 പ്രാവശ്യം കഴുകണം. അതിൽ നിന്ന് ഒന്നെന്തായിരിക്കണം? മണ്ണുകൊണ്ടായിരിക്കണം. അത് അള്ളാന്റെ റസൂൽ കൃത്യമായി പറഞ്ഞതാ. ഇപ്പൊ പുതിയ മുഫ്തി പറയാണെന്ത്? ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയില്ല, ഞാൻ പറഞ്ഞത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല മതത്തിന്റെ വിഷയത്തില്. മൂപ്പര് പറയാണ്, മണ്ണ് എന്നുള്ളത് നമുക്കിന്ന് പകരമായി ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാം, വാഷിംഗ് പൗഡറുകൾ ഉപയോഗിക്കാം, ഡെറ്റോൾ ഉപയോഗിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അത് അന്ന് അതൊന്നും ഇല്ലാത്ത കാലത്ത് റസൂൽ മണ്ണ് ഉപയോഗിക്കാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ കാര്യത്തിൽ തന്നെ വാശി പിടിക്കണ്ട എന്ന് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യം പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അള്ളയും റസൂലും ഒരു കാര്യത്തിനൊരു തീരുമാനം പറഞ്ഞ അതിനെ മുൻകടക്കാൻ പാടില്ല. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നായ പാത്രത്തിൽ തലയിട്ട 7 തവണ കഴുകിക്കോ, അതിലൊന്ന് മണ്ണുകൊണ്ടായിരിക്കേ. ഇവിടെ വിധി പറയാണെന്ത്? ഒന്ന് ഡെറ്റോൾ കൊണ്ടായിക്കോട്ടെ എന്നുള്ളത്. ഈ രൂപത്തിൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കൽ സലഫുകളുടെ നിലപാടല്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശുദ്ധ ഖുർആനും മുറുകെ പിടിച്ചടക്കി ജീവിക്കുന്ന ആളുകളുടെ നിലപാടല്ല. അഥവാ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്ന ഏത് കാര്യമാകട്ടെ, അത് വിശ്വാസപരമായാലും ഉസൂലപരമായതായാലും ഫുറൂ അഥവാ കർമ്മപരമായാലും അത് മുഴുവൻ അംഗീകരിക്കുന്നവനാണ് ഒരു സലഫി. നമ്മൾ പഠിക്കണം. അഥവാ വിശ്വാസപരമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, കർമ്മപരമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ തൻ്റെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന കാരണം പറഞ്ഞ് തള്ളിക്കളയുന്നവൻ സലഫിയല്ല. എല്ലാ വിഷയത്തിലും നിങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ അത് സലഫി സ്വീകരിക്കേണ്ട നിലപാടല്ല. കുറേ ഉദാഹരണങ്ങൾ മനസ്സിലേക്ക് വരുന്നു. അത് നെഞ്ചത്ത് കൈകെട്ടുന്ന വിഷയമായാലും, തറാവീൻ്റെ റക്കാത്തിൻ്റെ എണ്ണത്തിൻ്റെ ആയാലും, കുനൂത്തിൻ്റെ വിഷയത്തിലായാലും, താടി വെക്കുന്ന വിഷയത്തിലായാലും, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന വിഷയമായാലും, ഏത് വിഷയമായാലും അത് അഴകുഴമ്പൻ നിലപാട് പറ്റൂല. മ്യൂസിക്, സംഗീതം, കൃത്യമായ നിലപാട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അന്ത്യനാൾ വരുമ്പോൾ മ്യൂസിക് വർദ്ധിക്കും, ആഭാസങ്ങൾ ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇസ്ലാം ഹലാലാക്കിയത് കൊണ്ടാണോ? അല്ല, ഹറാമാക്കിയതിൻ്റെ അടയാളം അള്ളാഹു റസൂൽ പറഞ്ഞത്. അതിനെ ഹലാലാക്കുന്ന ആളുകൾ, താടി അതിനെ ആ രൂപത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ, നെരിയാണിക്കതാഴെ വസ്ത്രം ധരിക്കുന്ന വിഷയം ഗൗരവത്തിൽ പറയുമ്പോൾ അത് അഹങ്കാരത്തോടുകൂടി ധരിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന ആളുകൾ, ഈ രൂപത്തിൽ അഴകുഴമ്പൻ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് സലഫിയാക്കാൻ പറ്റൂല. അത് മൻഹജു സലഫല്ല. ഇനി മാത്രമല്ല, ആരാണ് യഥാർത്ഥത്തിലുള്ള സലഫുകൾ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഈ മൻഹജു സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സച്ചരിതരായ മുൻഗാമികളുടെ പാത. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഖൈറുന്നാസി ഖർനീ, ഏറ്റവും ഉത്തമമായ സമൂഹം എൻ്റെ സമൂഹമാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്ന വിഭാഗവും പിന്നീട് അവരെ പിന്തുടർന്ന വിഭാഗവും. ഈ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ റളിയല്ലാഹു അൻഹും. രണ്ടാമത്തത് ആ സഹാബികളെ പിന്തുടർന്ന് ജീവിച്ച താബിഉകൾ, അതാണ് സുമ്മല്ലദീന യലൂനഹും. മൂന്നാമത്തത് സുമ്മല്ലദീന യലൂനഹും, ആ താബിഉകളെ പിന്തുടർന്ന് ജീവിച്ച ആളുകൾ. ഈ ഉത്തമ നൂറ്റാണ്ടിലെ 3 സമുദായങ്ങൾ ജീവിച്ച ആ ചര്യനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരാണ് മൻഹജു സലഫ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ സ്വഹാബികളെ കുറിച്ച്, ആ മുഹാജിറുകളെ കുറിച്ച്, അൻസാറുകളെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകഴിഞ്ഞു പോയ വിഭാഗങ്ങളുണ്ടല്ലോ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവരെന്താണ്? അവർ സുഹൃതം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയവരാണല്ലോ. റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹും, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, അങ്ങനെ അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ആ മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. വെറുതെയല്ല, ഖാലിദീന ഫീഹാ, അവരതെന്നിൽ എന്നെന്നും നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും ഉന്നതമായ വിജയം. ഏറ്റവും വലിയ വിജയം ഈ വിജയമാണ്. ദുനിയാവിൽ കുറെ സമ്പത്തുണ്ടായ വിജയമാകൂല. നല്ല വീടും നല്ല പാർപ്പിടവും നല്ല വാഹനവും നല്ല കുടുംബവും അതല്ല വിജയം, അത് വിജയമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിജയം ഫൗസുൽ അലീം, ഉന്നതമായ വിജയം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെയുള്ള ജനതയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ രൂപത്തിലേക്ക് പഠിപ്പിച്ചത്, മാറ്റിയെടുത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ സന്ദേശവുമായി റിസാലത്തുമായി കൊണ്ട് കടന്നു വരുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിന്റെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ അവരെയാണ് 23 വർഷങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്. എന്നിട്ട് അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. ഈ രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുത്തത് എന്താ? ഇസ്ലാമിക രംഗത്ത് കാർക്കശ്യമായ നിലപാടുകൾ എടുത്തവരെ, അതിൽ വാപ്പയെന്നോ മകനെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ യാതൊരു രൂപത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ കൃത്യമായ കാർക്കശ്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 18-ാമത്തെ അധ്യായം പറയുന്നു, ആമീനു കമാ ആമനന്നാസ്, നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ വിഭാഗങ്ങൾ വിശ്വസിച്ചതുപോലെ, മുൻകഴിഞ്ഞു പോയ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വീണ്ടും വിശുദ്ധ ഖുർആൻ 9-ാമത്തെ അധ്യായം തൗബയുടെ 119-ാമത്തെ വചനം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, കൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? സത്യവാന്മാരുടെ കൂട്ടത്തിലാകണം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, മുഹമ്മദ് നബിയുടെ കൂടെ ആകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകളുടെ കൂടെയാകണം. അബീബക്കറിൻ വഉമറിൻ വഅസ്ഹാബിഹിമാ, അബൂബക്കറിന്റെ പാതയിലാകണം, ഉമറിന്റെ പാതയിലാകണം,
അവരുടെ കൂടെയുണ്ടായിരുന്ന അവരുടെ കൂട്ടുകാരുടെ, അവരുടെ അനുചരന്മാരുടെ പാതയിലാകണം നമ്മൾ. അപ്പോഴേ നമ്മൾ സലഫികളാകുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സലഫികളുടെ പാതയിലേക്ക് ആലോചിച്ചു. ആ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞെന്താ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ജാഹിലിയത്തിന്റെ ആ ചരിത്രം അറിയുന്നവർക്കറിയാം. ആ സമൂഹത്തിന്റെ അന്നത്തെ പതിതാവസ്ഥ ആ സമൂഹത്തെക്കുറിച്ചാണ് 23 കൊല്ലം കഴിയുമ്പോൾ അല്ലാഹ് പറയുന്നത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. വെറുതല്ല, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അത് ആരുടെ നിലപാടാ? സലഫികളുടെ നിലപാടാ. നന്മ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം, തിന്മ കണ്ടാൽ തടയണം. അത് ഭാര്യയാണോ, മക്കളാണോ, കൂടെ ജോലി ചെയ്യുന്നവരാണോ, സുഹൃത്താണോ, ജ്യേഷ്ഠനാണോ, അനുജനാണോ, ഉമ്മയാണോ, ഉപ്പയാണോ, ഇല്ല. യാതൊരു രൂപത്തിലുള്ള വിവേചനങ്ങളും അക്കാര്യത്തിലില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതല്ലാതെ ഞാനും സലഫിയ എന്ന് പറഞ്ഞ വെറുതെ സലഫിയാകൂല. നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള എതിർപ്പുകളും ഈ രൂപത്തിലുള്ള ആരോപണങ്ങളും കടന്നു വരാനുള്ള കാരണം എന്താ? ആ സലഫികളുടെ പാത വിട്ട് ഒരു കൃത്രിമമായ സലഫി പാത ചിലരൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ അനന്തരഫലമാണ് യഥാർത്ഥത്തിലുള്ള സലഫികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സലഫികളാണ്, നമ്മൾ സലഫികളാകണം. എങ്ങനെ? കൃത്യമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ മാർഗത്തിൽ കൃത്യമായി നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളും സലഫികളാകും. അതനുസരിച്ച് ജീവിച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഖുർആൻ തന്നെ പറയുന്നില്ലേ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ആരെങ്കിലും ഒരാളെ അന്യായമായി കൊന്നുകഴിഞ്ഞാൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, അത് ഭൂമിയിലുള്ള മുഴുവൻ മാലോകരെയും കൊന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ആരെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ, ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് ഭൂലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിന്റെ അനുയായികൾക്ക് എങ്ങനെ ഒരു തീവ്രവാദിയാകാൻ കഴിയും? ഒരു വർഗീയവാദിയാകാൻ കഴിയൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുന്ന കുരുവിക്കുട്ടിയെ അതിൻ്റെ മാതാവിലേക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മാതൃക കാണിച്ച സഹാബിൻ്റെ ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല, വർഗീയവാദിയാകാൻ കഴിയൂല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം. യുദ്ധങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും മഠാധിപതികളെയും ആക്രമിക്കരുത്, മഠങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞ വിശ്വാസി സമൂഹത്തിലെ അംഗങ്ങൾക്ക് തീവ്രവാദിയാകാൻ കഴിയില്ല, വർഗീയവാദിയാകാൻ കഴിയില്ല. പക്ഷേ ഇന്ന് മുസ്ലിം സമൂഹം മുഴുവൻ ആ രൂപത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സലഫികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, അതെല്ലാം ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തകരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥ സലഫിസം, എന്താണ് ഈ സലഫി മൻഹജ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് കൃത്യമാണ് അതിൻ്റെ വഴി. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു, അതിനനുസരിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ് സലഫി. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കെട്ടിക്കൊടുക്കൊന്നുമില്ല. എല്ലാം കെട്ടിക്കൊടുക്കണ്ട, അതിൽ കാർക്കശ്യം ഉണ്ടാവണം, അഴകുഴമ്പൻ നിലപാടുകളില്ല. എല്ലാവരും പോണ കൂട്ടത്തിൽ
ഞാനും പോകുന്നു. ഇല്ല, അതിന് അവൻ്റെതായ കൃത്യമായ നിലപാടുകൾ ഉണ്ടാകും. ആലോചിച്ചു നോക്ക്, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا تجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അഥവാ അല്ലാഹു തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ആ ഭിന്നത തീർക്കാൻ അവർ തീരുമാനിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അതിൽ ആ ഭിന്നത തീർക്കാൻ അവർ ഇടയിൽ നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ അവർക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ വിധി പറയാൻ അവർ അള്ളാഹുവിനെയും റസൂലിനെയും അതിനിടയിൽ നിർത്തിയ പിന്നെ അതിൽ പ്രശ്നമുണ്ടാകരുത്. അവിടെ അതോട് തീരണം. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും തീരുമാനമാക്കാൻ അവർക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ വചനത്തിൽ പറയുന്നു, കൃത്യമായ സന്മാർഗം വന്നു കിട്ടിയതിന് ശേഷം ആരെങ്കിലും ദൈവദൂതനുമായി എതിര് നിൽക്കുന്ന പക്ഷം പിന്നീട് മുഅ്മിനുകളുടെ അല്ലാത്ത പാത അവൻ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅതു മസീറ. കൃത്യമായ സന്മാർഗം കിട്ടി. സത്യം ഇതാണ്, അസത്യം ഇതാണ്, ഹക്ക് ഇതാണ്, ബാത്തിൽ ഇതാണ്, വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും സത്യത്തിൻ്റെ പാതയിൽ നിൽക്കാതെ അസത്യത്തിൻ്റെ വഴിയിലാണോ പോകുന്നത്? നുവല്ലിഹി മാ തവല്ല. പിന്നെ അല്ലാഹ് കടുംപിടുത്തം പിടിക്കൂല. പൊയ്ക്കോ, എനിക്കിഷ്ടമുള്ള വഴിയിലേക്ക് പൊയ്ക്കോ. വനുസ്ലിഹി ജഹന്നം. അവനെ നാം എന്ത് ചെയ്യും? നരകത്തിലേക്ക് അവനെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വസാഅതു മസീറ. അതാണ് ഏറ്റവും മോശമായ പര്യവസാനം. ഇത് സലഫികളുടെ നിലപാടാണ്. എങ്ങനെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യം അത് സത്യമായി മനസ്സിലാക്കുക. ആ സത്യത്തിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. അവിടെ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള വഴികൾ സ്വീകരിക്കരുത്. ആരെയും ബോധ്യപ്പെടുത്താനുള്ള വഴികൾ ഉണ്ടാകരുത്. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഖുർആൻ എന്തു പറയുന്നുവോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തു പറയുന്നുവോ അതാണ് നമ്മുടെ ചര്യ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമവും ഉദാത്തയുമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിനെയും അന്ത്യനാളിനെയുമാണോ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ കൃത്യമായ മാതൃകയുണ്ട്. അവർ ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട പാത. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. വമാ ആതാകുമുർ റസൂലു ഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂലെ എന്തു കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് വിരോധിച്ചോ അത് നമ്മളും ഒഴിവാക്കുക. എല്ലാ രംഗത്തും കൂടുതൽ വിശദീകരണത്തിന് നിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്ത് അനുമതി നൽകിയോ അത് സ്വീകരിക്കുക, വേണ്ടാന്ന് പറഞ്ഞോ അത് ഒഴിവാക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ സംസാരിച്ച ആളല്ല. നമ്മളൊക്കെ പറയുന്ന പോലെ സ്വന്തം ഇഷ്ടത്തിന് തൻ്റെ നാവ് കൊണ്ട് സംസാരിച്ച വ്യക്തിയല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ.
സ്വന്തം ഇഷ്ടത്തനുസരിച്ച് സംസാരിച്ച തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സംസാരങ്ങളും വഹീന് അടിസ്ഥാനത്തിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക. മൻ യുത്ഇൽ റസൂല വമൻ യുത്ഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനെയും അനുസരിച്ചു. ആരല്ലാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചോ അവർ അള്ളാഹുവിനെയും ധിക്കരിച്ചു. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ. അഥവാ ഈ രൂപത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴേ നമ്മളും യഥാർത്ഥത്തിലുള്ള സലഫികളാവുകയുള്ളൂ. ആ രൂപത്തിൽ ജീവിച്ചുകൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മളൊക്കെയും എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറക്കാതിരിക്കുക. കാരണം ആ വിജയിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ ആവാൻ നമുക്ക് സാധിക്കണം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മിൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും കദാലിക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഖിയാമം വരെ എന്നെ ആദർശത്തിൽ എൻ്റെ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു രൂപത്തിലുള്ള എതിർപ്പുകളോ ഒന്നും അവരെ തടയുന്നതല്ല. അതിൽ പെടാൻ, ആ വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. കാരണം ഇസ്ലാം ഗരീബായിട്ടാണ് തുടങ്ങിയത്, അപരിചിതമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അതിൻ്റെ അവസാനവും ആ രൂപത്തിലായിരിക്കും. ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു ബദഅ ഗരീബ. അഥവാ ഇസ്ലാം അപരിചിതമായിട്ടാണ് അത് തുടങ്ങിയത്, അത് അതുപോലെ തന്നെ അവസാനിക്കുക തന്നെ ചെയ്യും. അഥവാ അവസാന നാളിലേക്ക് അടുക്കുമ്പോൾ ഇസ്ലാമിയത്ത് ഇങ്ങനെ കുറഞ്ഞ് അനിസ്ലാമികം കൂടിക്കൊണ്ടേയിരിക്കും. അവിടെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, നമ്മൾ എവിടെ നിൽക്കണം, അതാണ് പറഞ്ഞത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമം വരെ ഹക്കിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹക്കിൻ്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളായി ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിനേന നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ പാതയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അഥവാ അള്ളാഹുവിൻ്റെ അനിഷ്ടത്തിന്, അപ്രീതിക്ക് കാരണമായ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിലല്ലാതെ കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ചു മരിക്കാൻ, അത് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദിനേനയുള്ള പ്രാർത്ഥനയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ ഒന്നുകൂടി പ്രാധാന്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക, ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായ പ്രവാചക ചര്യകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവാചകൻ പറഞ്ഞ ആ സലഫുകളിൽ ഖിയാമം വരെ സത്യത്തിൻ്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന മുൻഗാമികളുടെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ എല്ലാ രൂപത്തിലുള്ള തൗഫീഖുകളും നൽകി
നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന് നേരെ, മുസ്ലിങ്ങൾക്ക് നേരെ, സലഫികൾക്ക് നേരെ വരുന്ന എല്ലാ രൂപത്തിലുമുള്ള അക്രമങ്ങൾക്കും ആ രൂപത്തിലുള്ള ആരോപണങ്ങൾക്കും എതിരെ അള്ളാഹു എല്ലാ രൂപത്തിലുള്ള സംരക്ഷണങ്ങളും നൽകി ഇസ്ലാമിക സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതം മുഴുവൻ ഈമാനനുസരിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.